ആക്ഷൻ സൂപ്പർ സ്റ്റാറും തിരിച്ചു വരുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ആക്ഷൻ സൂപ്പർ സ്റ്റാറും തിരിച്ചു വരുന്നു. ജയൻ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജയൻ സാറിനെ കുറിച്ച് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ നൽകുന്ന വലിയ പിന്തുണകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യം തന്നെ ജയൻ സാറിനെ കുറിച്ചുള്ള ഓരോ വീഡിയോയും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ജയൻ സാറിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ ഒരു അപ്ഡേറ്റ് വന്നത്. ഞങ്ങൾ ഷോർട്ട് വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുമുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും മാത്രമല്ല, ആക്ഷൻ സൂപ്പർ സ്റ്റാറും തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. റീ റിലീസിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ശരപഞ്ചരം. മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ജയൻ പ്രധാന വേഷത്തിലെത്തി ബോക്സ് ഓഫീസുകളെ ഇളക്കിമറിച്ച സിനിമയായിരുന്നു ശരപഞ്ചരം. 1979 സംവിധായകൻ ഹരിഹരൻ ഏറ്റവും പുതിയ ഒരു ചിത്രവുമായി എത്തി. ആ ചിത്രത്തിന്റെ നായകൻ ഒരു പ്രതിനായകനായിരുന്നു. ജയന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വഴുത്തിലുണ്ടാക്കിയ സിനിമ കൂടിയായി മാറുകയായിരുന്നു. അങ്ങനെ ജയൻ എന്ന ഒരു നമ്മൾ ഷാരൂഖ് ഖാന്റെ ഒക്കെ ബാസിക്കറും ഡറൊക്കെ കണ്ടതുപോലെ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു മെഗാ താരം തന്നെയാണ് ജയൻ. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ വലിയ വഴുത്തിലുണ്ടാക്കിയ സിനിമയായിരുന്നു ശരപഞ്ചരം. ഇപ്പോഴിതാ റീ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 46 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരും ഒപ്പം തന്നെ സിനിമാ പ്രേമികളും. വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിൽ ശരപഞ്ചരം എത്തുമ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ സവിശേഷതകൾ? ഇത്തവണ 4K ഡോൾബി അറ്റ്മോസിന്റെ സഹായത്തോടെ പുത്തൻ സാങ്കേതിക മികവോടുകൂടിയാണ് ചിത്രം റീ റിലീസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. എന്തായാലും റീ റിലീസിൽ ഇങ്ങനെയുള്ള സംഗീതങ്ങൾ വരുമ്പോൾ അത് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കുന്നത്. ചിത്രത്തിന്റെ ടീസർ ഫെബ്രുവരി 14 വൈകുന്നേരം 6 മണിക്ക് റിലീസ് ചെയ്യപ്പെട്ടു. എന്നാൽ ചിത്രത്തിന്റെ ടീസർ അത്ര വലിയ ഒരു ഓളമൊന്നും ഉണ്ടാക്കിയില്ല. കാരണം അതിന്റെ മേക്കിംഗ് തന്നെ വളരെ മോശമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അക്കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. ജയൻ സാറിനെ കുറിച്ച് വലിയ ഇഷ്ടമുള്ള ആളുകളാണ്. ജയൻ സാറിനെ അവതരിപ്പിക്കേണ്ട രീതിയിലോ അല്ലെങ്കിൽ അത്രത്തോളം നല്ല രീതിയിലോ അല്ല അതിന്റെ ടീസർ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ഗംഭീര ട്രെയിലർ തന്നെ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ. ഏപ്രിൽ 25 ചിത്രം റീ റിലീസ് ചെയ്യപ്പെടുന്നതെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റോഷിക എന്റർപ്രൈൻസിന്റെ ബാനറിൽ ഈ ചിത്രം ലോകം മുഴുവൻ വീണ്ടും എത്തിക്കാനാണ് പ്ലാൻ. ഷീല, ലത, സത്താർ, ഒടുവിലിന് കൃഷ്ണൻ, കോട്ടയം ശാന്ത തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുമായി എത്തിയത്. ചിത്രത്തിൽ വില്ലൻ വേഷത്തിലാണ് ജയൻ എത്തിയത്. അദ്ദേഹം അവതരിപ്പിച്ച ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ കഥ എഴുതിയ ചിത്രം നിർമ്മിച്ചത് GP ബാലനാണ്. കഥയും തിരക്കഥയും ഒക്കെ ഒരുക്കിയത് ഹരിഹരനാണ്. മലയാളത്തിലെ പഴയ ക്ലാസിക് സിനിമകൾ പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റിലീസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പതിവ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. മമ്മൂട്ടി ചിത്രങ്ങളായ ഒരു വടക്കൻ വീരഗാഥ, ആവനാഴി, വെള്ളിയേട്ടൻ, മോഹൻലാലിന്റെ ദേവദൂതൻ, മണിത്തിർത്താള്, സ്ഫടികം തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ വീണ്ടും എത്തിയിരുന്നു. അതിൽ പല ചിത്രങ്ങളും വൻ വിജയം നേടി. അതിൽ ഏറ്റവും എടുത്ത് പറയപ്പെടേണ്ടത് ദേവദൂതന്റെ വിജയമാണ്. മണിത്തിർത്താൽ, സ്ഫടികം എന്നിവയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭ്യമായത്. മമ്മൂട്ടി നായകനായി എത്തിയ ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രം വടക്കൻ വീരഗാഥയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഗംഭീരമായിട്ടുള്ള പ്രദർശന വിജയം നേടിക്കൊണ്ടിരിക്കുന്ന റീ റിലീസ് ചിത്രം. മമ്മൂട്ടിയുടെ ഇതിനു മുമ്പ് വന്ന ചിത്രങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും അതിൽ വലിയേട്ടം മാത്രമാണ് അല്പമെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിലും അതിനേക്കാൾ വലിയ വിജയത്തിലേക്കാണ് ഇതുവരെ വന്ന എല്ലാ റിലീസ് ചിത്രങ്ങളെക്കാൾ വൻ വിജയത്തിലേക്ക് വടക്കൻ വീരഗാഥ നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല, പുതിയ സിനിമകളെക്കാൾ കൂടുതൽ ഈ ചിത്രത്തിന് ആളുകൾ ഉണ്ടാകുന്നുമുണ്ട്. 4K ഡോൾബി അറ്റ്മോസിലെത്തിയ സിനിമയ്ക്ക് ഗംഭീര പ്രദർശന വിജയം തന്നെ ഒപ്പം തന്നെ ഗംഭീര പ്രതികരണങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വൻ വിജയത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ജയൻ സാറിന്റെ ഈ ഒരു ശരപഞ്ചരം എന്ന ചിത്രം. ഒപ്പം തന്നെ മീൻ എന്ന ചിത്രവും ഇനി റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സൈനയുടെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ നമ്മൾ കാണാനിട വന്നത്. അത് വലിയ ഒരു നല്ല രീതിയിൽ എടുക്കാമായിരുന്ന ഒരു ടീസറിനെ അത് അത്ര രീതിയിൽ നന്നാക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാത്തിരിക്കുകയാണ് ട്രെയിലറിന് വേണ്ടി. ശരപഞ്ചരം എന്ന ചിത്രം അങ്ങനെ ഒരു ഗംഭീര വിജയമായിട്ട് റീ റിലീസിൽ വരും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.